ആൾമാറാട്ടം ടാസ്ക് കുളമായോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് അർജുൻ സൂപ്പറായിട്ട് നോറയുടെ ആ പറയുന്ന ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും ആക്ഷൻസും സ്ട്രക്ചറും ഒക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് ഈ വേഷം എന്നുള്ളതല്ലാതെ നമ്മുടെ സീസൺ 4 കണ്ട പോലത്തെ ഒരു ലെവലേ അല്ല. ആ ലെവലൊന്നും ഇനി നമുക്ക് കിട്ടേയില്ല. അതൊക്കെ ഐക്കോണിക് പെർഫോമൻസുകളായിരുന്നു. കാരണം അവരൊരു കഥ ഉണ്ടാക്കി ആ കഥയ്ക്കനുസരിച്ചാണ് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കഥ അവിടെ ആ വീട്ടിൽ മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് ആ ഇൻസിഡന്റിൽ നിന്ന് വേറെ കുറെ കഥകൾ ഉണ്ടാക്കണേ. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഓടുന്നില്ല. ആ സംഭവം ഉർവശി മാം എത്തിയിരിക്കുകയാണ്. പ്രൊമോയിൽ ആ സംഭവം വന്നിട്ടുണ്ട്. വീട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സംഭവങ്ങൾ, കണ്ടന്റ് ക്ഷാമം ഭയങ്കരമായിട്ട് രൂക്ഷമായി. ബിഗ് ബോസ് വിളിച്ച് ജയിൽ നോമിനേഷൻ വരെ കൊണ്ടെത്തിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ് ലൈവിൽ നടക്കുന്നത്? നീണ്ട 2-3 മണിക്കൂറത്തെ കഥകൾ ഞാൻ പറയാം. ലൈവ് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനടുപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അർജുൻ നോറയുടെ വേഷമാണ് എടുത്തിടുന്നത്. ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു ഷർട്ടും കുറച്ച് വയറൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നോറ കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. അർജുൻ സൂപ്പർ. നമ്മൾ ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പ്രൊമോ കണ്ടില്ല. ആ പ്രൊമോയിലുള്ള സാധനമായിരുന്നു ഹൈലൈറ്റ്. ഏറ്റവും ഹൈലൈറ്റ് ആ സാധനമാണ്. അപ്പം അത് ഈ പറഞ്ഞ കണക്ക് നോറയെ പോലെ കരയുന്നു, നോറ പ്രശ്നം ഉണ്ടാക്കും പോലെ ഞാനാണ് സൂപ്പർ, ബാക്കിയുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ ഒരു ലെവലിലേക്ക് വരുന്നു. അർജുൻ കുറെ കൂടി എൻ്റർടൈനിങ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ജാസ്മിന് ഈ പറയുന്ന പോലെ സിജോയുടെ ക്യാരക്ടറാണ് കിട്ടിയത്. ഫുള്ള് എനിക്ക് അത്ര ഭയങ്കര സൂപ്പറായിട്ട് യൂസ് ചെയ്ത പോലെ തോന്നിയില്ല. യൂസൊക്കെ ചെയ്തു. ഇങ്ങനെ ഫുൾ ഗെയിം പ്ലാൻ എന്നുള്ളൊരു ലെവലിൽ A² + B² C² അത് വെച്ച് നോക്കുമ്പോൾ ഇന്നയാൾ ഔട്ടാവും. അപ്പോൾ എനിക്ക് ഇത്തിരി എന്താ പറയുക, ഒരു നോർമൽ ലെവലിലേക്ക് പോലും ജാസ്മിൻ്റെ പെർഫോമൻസ് എത്തിയില്ല എന്ന് തോന്നിപ്പോയി. അടുത്തത് സിജോ ശ്രീധുവിൻ്റെത് കുറേ കൂടെയൊക്കെ ഈ പറഞ്ഞ കണക്ക് തമിഴൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് എൻ്റർടൈൻ ആക്കാൻ നോക്കി. സംഭവം സിജോയ്ക്ക് തമിഴ് അറിയത്തില്ല. എന്നാലും കുറച്ച് പറഞ്ഞ് സിജോയെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ശ്രീധു ഘട്ടങ്ങളൊക്കെ കൊമ്പെല്ലാം കെട്ടി സ്ലൈഡൊക്കെ വെച്ച് പിന്നെന്താ ഈ പറഞ്ഞ പോലെ ഒരു ഷർട്ടും ഒരു പാവാടയൊക്കെ എടുത്തിട്ടുകൊണ്ട് കുറേയൊക്കെ നന്നായിട്ട് ചെയ്യാൻ നോക്കി. ഈ പറയുന്ന ജാസ്മിൻ ആയാലും സിജോയുടെ പറയുന്ന മീശയും താടിയും ആ ഫീച്ചേഴ്സൊക്കെ നോക്കി, ഷർട്ടും ഷോർട്ട്സൊക്കെ ഇട്ട് നോക്കി. പക്ഷേ അങ്ങോട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഇത് ജാസ്മിൻ്റെതായിട്ടാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് തോന്നിയത്. സിജോയുടെ ഈ പറഞ്ഞ കൊള്ളായിരുന്നു. ശ്രീധുവിൻ്റെത് ആയിട്ട് കുറേ അങ്ങ് എന്താ പറയുക, ഫുള്ള് അർജുൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു സംസാരം പോലെ ആ ഒരു ലെവലിലാണ്. എൻ്റെ ചേട്ടാ എൻ്റെ കൂടെ ഇല്ല, ആ ലെവലിൽ. പിന്നെ ഋഷി ജിൻഡോ ആയിട്ട് എനിക്കിത് കൂടിപ്പോയവരെ തോന്നി. ഇത്രയും വേണ്ടായിരുന്നില്ല. ഫുൾ സിഗരറ്റ് ലാമ്പ് ഇതല്ലാതെ വേറൊരു കണ്ടന്റ് അതിലേക്ക് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഋഷി ഇത്തിരി ഒന്ന് കൂടുതലായി പോലെ തോന്നി. ഇത്രയും വേണ്ടിയിരുന്നില്ല. എന്നിരുന്നാലും കൊള്ളാം. ഋഷിയുടെ അപ്പിയറൻസ് ഒക്കെ കൊള്ളാം. എന്താ പറയുക, ചുരുണ്ട മുടിയുടെ ഇടയിൽ കൂടി വിഗൊക്കെ വെച്ച് നമ്മുടെ ജിൻഡോയുടെ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അഭിഷേക് ഋഷിയായിട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ. കാരണം ഈ പറയുന്ന പോലെ അഭിഷേക് ആ കണ്ണടയൊക്കെ വെച്ച് ഋഷിയുടെ മുടിയൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഋഷിയുടെ അപ്പിയറൻസ്, ഋഷി ദേഷ്യപ്പെടുന്നതും ഋഷി ചുമ്മാ ഇരുന്ന് വയലൻ്റ് ആവുന്നതും ആ സാധനങ്ങളെല്ലാം പൊളിയായിട്ട് ഈ പറയുന്ന അഭിഷേക് കാണിച്ച് ഓവറാക്കാതെ കാണിച്ചിട്ടുണ്ട്. ശ്രീധു അർജുനായിട്ട് എനിക്ക് അവിടെ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറയാമല്ലോ, എനിക്ക് ശ്രീധു അവിടെ അർജുനായിട്ട് ഭയങ്കര കലയ്ക്കൊന്നും ഒന്നും പറയാനില്ല. നോർമൽ ലെവൽ. അർജുൻ ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് കാണിക്കുന്ന അർജുൻ്റെ കുറച്ച് ചിരികളും പിന്നെ ഈ പറയുന്ന പോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങോട്ട് വന്നില്ല. ശ്രീധുവിൽ നിന്ന് അതൊന്നും പുറത്തോട്ട് വന്നില്ല. നോറ അഭിഷേകായിട്ട് നിന്നപ്പം ഈ ജിമ്മ് അതിലേക്കാണ് കൂടുതൽ. ആ ജിമ്മ് ഇങ്ങനെ. പക്ഷെ നോറയെ ലുക്ക് വൈസ് സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ലുക്ക് വൈസായിരുന്നു നോറ അണിഞ്ഞൊരുങ്ങി വന്ന് നിന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അഭിഷേകിനുള്ള പോലെ താടി മീശ മുടിയൊക്കെ പിറകിൽ കെട്ടിയൊക്കെ വെച്ചപ്പോഴത്തേക്കും നല്ല ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. നോറ അങ്ങനെ മേക്കപ്പായിട്ട് അണിഞ്ഞൊരുങ്ങിയപ്പോഴത്തേക്കും ഇനിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡയലോഗുകളൊന്നും നോറയ്ക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അഭിഷേകിൻ്റെതായിട്ടുള്ള ഐക്കോണിക് ഡയലോഗുകളും കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ജിമ്മിലേക്ക് പോയി ഈ പറയുന്ന പോലെ നോറ ചെയ്തു. പിന്നെ ജിൻഡോ ജാസ്മിനായിട്ട് ഒന്നും പറയാനില്ല. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. സൂപ്പറായിട്ട് ജാസ്മിൻ എന്തെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടോ അതെല്ലാം സൂപ്പറായിട്ട് ഈ പറയുന്ന ജിൻഡോ കാണിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് ഓരോരോ കാര്യങ്ങളാണ് ഈ പദത്തിലൊക്കെ ഞാനിത് ചെയ്യും, ഞാൻ ജാസ്മിനാണ്, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അതെല്ലാം സൂപ്പറായിട്ട് ജിൻഡോയും കൈകാര്യം ചെയ്തു. പക്ഷേ ഈ കയ്യിൽ നിന്ന് പോയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് പിന്നെ ക്രിഞ്ച് പോലെ തോന്നി. തുടക്കമൊക്കെ വന്ന് ഭയങ്കര എൻ്റർടൈൻ ആയിട്ട് എനിക്ക് തോന്നിയെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലൂപ്പിൽ കിടന്ന് കറങ്ങുക എല്ലാവരും. അർജുനാണെങ്കിൽ നോറ ചെയ്യുന്ന ഈ കരച്ചിലും ഞാനാണ് സൂപ്പർ ഇത് തന്നെ 24 hours പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായി. ജാസ്മിൻ ആണെങ്കിൽ സിജോയുടെ പ്ലാനിങ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയായി. സിജോ ആണെങ്കിൽ ശ്രീധുവിൻ്റെ തമിഴ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയായി.
റഷ്യ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നേരം ഞാൻ പറഞ്ഞല്ലോ ലാമ്പ് അഭിഷേക് റഷ്യ ആട്ടി കണക്കി കിടന്നുള്ള തുള്ളലും. പിന്നെ ശ്രീതു ഒന്നുമേ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാത്ത ശ്രീതു ആണ്. പിന്നെ നോറ അഭിഷേകിൻ്റെ ക്യാരക്ടേഴ്സും വലിയ രീതിക്ക് കാണിച്ചിട്ടില്ല. ജിൻഡോ ഈ പറഞ്ഞ കണക്ക് ജാസ്മിൻ ദേഷ്യപ്പെടുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ കഥയിലൊരു ചേഞ്ച് വന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ സത്യം പറഞ്ഞ ഇവർ ടാസ്ക് തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂർ കാണാൻ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. കാരണം കഥ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഈ കഥ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഈ സാധനം തന്നെ അതിനകത്ത് നടക്കുന്നു. ഇവർ മാറുന്നില്ല. ആ ലൂപ്പിനകത്ത് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ഞാൻ സിജോയെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിജോയ്ക്ക് പ്ലാനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അടുത്ത് വേറൊരു പാട്ടിലേക്ക് ഞാൻ പോകുന്നില്ല, മനസ്സിലായില്ല. അവിടെ തന്നെ 24 മണിക്കൂറും അവർ പോകും കേട്ടോ, ഇവർ പോകും കേട്ടോ, അങ്ങനെ പോകും കേട്ടോ, ഇങ്ങനെ പോകും കേട്ടോ. ഇത് തന്നെ ഈ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് എല്ലാവരും ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ് ഡെലിവറി എല്ലാം വീണ്ടും ആ സെയിം സാധനം തന്നെ റെപ്പിറ്റേഷൻ അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ആലോചിക്കുന്നു, ഒന്നും ഒരു കണ്ടന്റും ഇല്ലല്ലോ, കണ്ടന്റ് ക്ഷാമം. എനിക്ക് ടാസ്ക് കുളമായ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്, എൻ്റെ ഒപ്പീനിയനാണ്. പക്ഷേ എടുത്തു പറയാനുള്ള പെർഫോമൻസ് അർജുൻ്റെയാണ്. പിന്നെ ജിൻഡോയുടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അർജുൻ്റെയും ജിൻഡോയുടെയും പെർഫോമൻസ് ആണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അർജുൻ്റെ ജിൻഡോയുടെ സൂപ്പറായിട്ട് ജിൻഡോ ഈ പറഞ്ഞ കണക്ക് ജാസ്മിൻ കാണിക്കുന്നവർ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കുറേ നല്ല ലെവലിൽ കാണിച്ചു. പക്ഷേ ഇവിടെ ഈ സീസണിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ അധികം ഫീൽ ആയിട്ടില്ല ഈ പറയുന്ന ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ്. ഇപ്പം ഞാൻ വിചാരിച്ചു നോറയുടെ ഒക്കെ ക്യാരക്ടർ അർജുൻ കാണിക്കുമ്പോൾ നോറയ്ക്കൊക്കെ ഫീൽ ആവുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇല്ല, എല്ലാവരും അത് വന്നൊരു നോർമൽ ലെവലിലായത്, ഒരു ടാസ്ക് ആണെന്നുള്ള ലെവലിലായിരുന്നു. അതേസമയം സീസൺ 4 ഒത്തിരി കാര്യങ്ങൾ എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ വൾഗറാക്കി, അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു വീക്കെൻഡ് എന്താ പറയുക പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരും പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങോട്ട് ആ ഒരു ലെവലിലോട്ടൊന്നും പോവാതെ ഇവർ നോർമലായിട്ട് തന്നെ ബാലൻസ് ചെയ്തു. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സ്ട്രീമിലോട്ട് പോകണില്ല, ഇവർ നോർമൽ ലെവലിലേക്ക് വളരെ കഷ്ടപ്പെട്ടാണ് എത്തുന്നത്. ഇവരെ കൊണ്ട് പറ്റാത്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതോ ഈ ടാസ്ക് പക്ഷേ എല്ലാവരും പുറത്ത് ഭയങ്കര ഹിറ്റാണ് എന്ന് കരുതുമായിരിക്കും. പക്ഷേ ഇതുകൊണ്ട് ഹിറ്റായിട്ടുള്ള 2 വ്യക്തികളെ കാണും. ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളത് അർജുനും, രണ്ടാമത് ജിൻഡോയും. എനിക്ക് ഒരു പിടിയുമില്ല ഇന്നത്തെ എപ്പിസോഡ് അവർ എന്താണ് കാണിക്കാൻ പോകുന്നത്. ഇത് തന്നെ കാണിക്കുമോ? രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, അത് കാണിക്കും. പിന്നെ ഈ പറയുന്ന ഈ ടാസ്ക് കാണിക്കും. പിന്നെ കാണിക്കാൻ പോകുന്നത് വൈകുന്നേരം കണ്ണാടി ടാസ്ക് ആയിരിക്കും. അതിന് ശേഷമാണ് ഈ പറയുന്ന ഉർവശി മാം വരുന്നത്. എനിക്ക് എല്ലാവരെയും പരിചയപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ എല്ലാവരും എനിക്കറിയാം. ഇവിടെ നിങ്ങൾ ഇനി എത്ര ദിവസം ഉണ്ട്? അത് ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഒരാഴ്ച. ഇപ്പോൾ എല്ലാവർക്കും വിഷമാവും അല്ലേ പോകുമ്പോൾ. മര്യാദയൊക്കെ പഠിക്കാൻ പറ്റിയ വീടാണിത്. പിന്നെ എന്നിട്ട് മൂവിയുടെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു പ്രൊമോയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഉർവശി മാമിൻ്റെ വീഡിയോ ഉർവശി വരുന്നു എന്ന് പറഞ്ഞിട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിരുന്നു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, ഒത്തിരി വലിയ സീനിയറാണ്, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പേര് പറയുന്നത്? ഞാൻ ആ കേസേ അങ്ങ് വിട്ടുപോയി. ഞാൻ വന്ന് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരുടെയും ചേച്ചി ചേട്ടാ നല്ലല്ലോ വിളിക്കുന്നത്. അപ്പോൾ ആ ലെവൽ പറഞ്ഞ് ആ പേര് എന്താ ഞാൻ പറഞ്ഞാൽ ഉർവശി വരുന്നു, അതിന് പ്രത്യേകിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഉർവശി മാം എന്ന് പറയേണ്ട ഒരു ആവശ്യം ഞാനത് ചിന്തിക്കുന്ന പോലുമില്ല. അതിൻ്റെ തെറ്റാണ്, സോറി. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഉർവശി ചേച്ചി, ഉർവശി മാം വരുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം, ഉർവശി മാം വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പാട്ട് നമ്മുടെ നമ്മുടെ സ്ഫടികത്തിലെ ആ പാട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് ഉർവശി മാമിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള പാട്ട്. ആ സാധനമാണ് അല്ല, എത്രയൊക്കെ സിനിമകൾ ചെയ്താലും ഏറ്റവും ഐക്കോണിക് ഇന്ന് സ്ഫടികമാണ്. അപ്പോൾ ആ ഒരു ലെവല് ആ പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഉർവശി മാമാണ് വരുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ മൂവിയുടെ പ്രൊമോഷൻ. മൂവി ഉള്ളൊഴുക്കം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്, പ്രൊമോയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇന്ന് ഇനി ഏത് ഗസ്റ്റാണ് കയറിയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഞാൻ അറിയുവാണെങ്കിൽ ഒന്ന് അറിയിക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. ലൈവിലൊന്നുമില്ല. അയ്യോ, കുറേയൊക്കെ ആയപ്പോൾ നമുക്ക് ബോറായി. ഇപ്പോൾ ബിഗ് ബോസ് അവരെല്ലാവരും കൂടെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ ക്യാരക്ടറിൽ തന്നെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത് വെറുതെ തമാശയ്ക്ക്. നോക്കാം, അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും bye bye and take care.